ശരി സർ. ഓക്കെ സർ, ഓക്കെ. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. അധിക സമയം എടുക്കരുതെന്നേ ഉള്ളൂ. ഒരിക്കലുമില്ല മദർ. ഈ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടി ഇവിടെ വന്നിരുന്നോ എന്നും അവരെന്തിനാണ് വന്നതെന്നും അറിഞ്ഞാൽ മതി. അവള് വന്നിരുന്നു. വന്നത് ഐസിയുവിൽ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കാനാ. ഏത് നിമിഷവും എന്ത് വേണോ സംഭവിക്കാവുന്നതാണ് അവസ്ഥ. അപ്പൊ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വിഷായിട്ട് പറഞ്ഞതാ സ്വന്തം പാരന്റ്സിനെ കാണണമെന്ന്. ആക്ച്വലി ആ കുട്ടിയെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സംഭവമല്ലേ, റെക്കോർഡ്സ് ഒന്നുമില്ല ഇവിടെ. എന്നിട്ട് ആ കുട്ടി എങ്ങോട്ടാ പോയത്? നൺ ഓഫ് മൈ ബിസിനസ്. ഇവിടുത്തെ പ്യൂണിനോട് ചോദിച്ചാ അവസാനം അവളെ എവിടെ കൊണ്ടുവിട്ടു എന്ന് പറയും. അയാളിപ്പോ പുറത്താണ്. കാത്തു നിൽക്കാൻ തയ്യാറാണെങ്കിൽ വന്നിട്ട് സംസാരിക്കാം. ഇറ്റ്സ് ഓക്കെ മദർ. ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വന്നോളാം. താങ്ക്സ്. യു ആർ വെൽക്കം. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇനി മറക്കുന്നില്ല മദർ. ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടി സഞ്ജയ്, അത് ഞാനാണ്. എനിക്കെന്റെ പാരന്റ്സിനെ കുറിച്ച് അറിയാനായില്ലെങ്കിലും ഈ സ്കൂളിൽ തിരിച്ചു വരാനും മദറിനെ വീണ്ടും ഒരിക്കൽ കൂടെ കാണാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. എന്തായി കാര്യങ്ങള്? ദൈവസഹായം ചേട്ടൻ ശ്രീലക്ഷ്മിക്ക് നൽകിയ ഉദവി ഒന്നും വിടാതെ പറഞ്ഞു. അവള് പോയിരിക്കുന്നത് തിരുവട്ടാറുള്ള ഒരു അമ്പലത്തിലേക്കാണ്. ആ കുട്ടി എങ്കിരുന്നപ്പോ എവിടെ നേരം വെച്ച്? ഇപ്പോ അതൊരു 2 മണി നേരം ആറ്റി സാർ. ദൈവസഹായം. ഓക്കെ. ചിലപ്പോ ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർ തന്നെ നിനക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് അതിശയം തോന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും നമ്മൾ ഇതിന്റെ പുറകെ പോകാതെ നമുക്കുടൻ കമ്മീഷണറിനെ വിവരം അറിയിക്കാമെന്ന്. വെറുതെ ഓരോ പുലുവാല് പിടിച്ച് തലയെ വെക്കാതെ നമ്മൾ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണ് ബുദ്ധി. നീ ആരെയായി വിളിക്കുന്നത്? കമ്മീഷണറെയാണോ? അല്ല, ശ്രീലക്ഷ്മിയുടെ അച്ഛനെ. എടാ, നീ അയാളെ വിളിച്ച് എന്ത് പറയാൻ പോവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ, നമസ്കാരം സാർ. ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. മോള് ഫോൺ വിളിച്ചിട്ട് അവിടുന്ന് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബസ് ഇവിടെ ഞങ്ങളുടെ ജംഗ്ഷനിലെത്തുമ്പോ രാത്രി 9 മണിയാവും. എന്നോട് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കണമെന്നാ പറഞ്ഞത്. ശരി ശരി, ആയിക്കോട്ടെ. ശ്രീലക്ഷ്മി അങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നോ എന്നറിയാനാണ് ഞാൻ വിളിച്ചത്. 9 മണിയാകുമ്പോ ഞാൻ വീണ്ടും വിളിച്ചോളാം. ശരി സാർ, ഫോൺ വെച്ചേക്കട്ടെ. ശരി.
മോള്. അച്ഛാ, അല്ല മോള് വന്നിട്ട് അധികം സമയമായോ? ആ, ഒരു 5 മിനിറ്റ് ആയി കാണും. ഞാൻ അച്ഛനെ വിളിക്കാൻ തുടങ്ങായിരുന്നു, പക്ഷെ ഫോൺ വർക്കിംഗ് അല്ല. അതിന് മോള് 9 മണിക്ക് എത്തുന്നല്ലേ പറഞ്ഞിരുന്നത്? ബസ് വിചാരിച്ചതിനേക്കാളും നേരത്തെ എത്തി അച്ഛാ. അല്ല മോളെ, സുഖം തന്നെയല്ലേ? ആ ചേട്ടാ, സുഖം. ചേട്ടന് സുഖല്ലേ? ആ. രമ്യ മോൾ എന്ത് പറയുന്നു? ആ, പരമസുഖം മോളെ. അവക്ക് പരീക്ഷയായി. ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോഴേ ഈ സുഖം അവിടെ ഉണ്ടായിരുന്നു. പരിചയക്കാരനാവുമ്പോ ഡിസ്കൗണ്ട് കിട്ടൂലോ ഓർത്ത് വിളിച്ചതാ. ഡിസ്കൗണ്ട് ഒക്കെ അങ്ങ് തുണിക്കടയില്. ഇവിടെ ദിവസവും പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുക. വിലയൊന്ന് കുറയട്ടെ, അപ്പൊ ഡിസ്കൗണ്ടിനെ പറ്റി നമുക്ക് ആലോചിക്കാം. അപ്പൊ ഈ ജമ്മത്തിൽ തന്റെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടില്ല എന്നർത്ഥം. പറഞ്ഞിട്ട് കാര്യമില്ല. ആ മോള് കേറ്. അതെ, നടക്ക്. ചേട്ടാ, ചേട്ടാ, ശ്രീലക്ഷ്മിയുടെ എന്താ പറ്റിയത്? സാർ, ആരോ കുറച്ചുപേര് കാറിൽ വന്ന് എന്റെ മോളെ പിടിച്ചോണ്ട് പോയി. ശ്രീലക്ഷ്മിയുടെ വിഷമിക്കണ്ട. ശ്രീലക്ഷ്മിക്ക് ഒരാപത്തും പറ്റില്ല. ഞാൻ ഉറപ്പ് തരാം. രാജാറാം, താൻ അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വീട്ടിലേക്ക്. ഹോസ്പിറ്റലൊന്നും പോണു സാർ, എനിക്ക് എന്റെ മോളെ കണ്ടാ മതി. അവരെന്തിനാ? ശ്രീലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു പോറല് പോലും അൽക്കാതെ ഞാൻ മടക്കി കൊണ്ടുവരും. ധൈര്യമായിട്ടിരിക്കുക. അവരേത് ഭാഗത്തേക്ക് പോയത്? അങ്ങോട്ടേക്കാണ് സർ. ഓ, രാജാറാം, ഇതേത് കൊണ്ടുവയ്ക്കും. ചേട്ടാ വാ. ഹലോ. ഹലോ, പറന്ന് വണ്ടി ഓടിക്കായിരിക്കും. ഞാൻ എന്തൊരു മണ്ടനാണെന്ന് ആലോചിച്ച് നോക്ക്. നീ ഈ വിവരം അറിഞ്ഞ സ്ഥിതിക്ക് ഹീറോയുടെ വാശിയോടെ വില്ലനായി എന്നെ അന്വേഷിച്ച് വരുന്ന കാര്യം മറന്ന ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് സംസാരം അവസാനിപ്പിച്ചത്. ഏതായാലും ഉടൻ തന്നെ എന്റെ ബുദ്ധി തെളിഞ്ഞു കിട്ടി. അതാ ഇപ്പോഴീ ഫോൺ ചെയ്തത്. ഹലോ, കേൾക്കുന്നുണ്ടോ നീ? അതോ ടെൻഷൻ അടിച്ച് സൈലന്റ് ആയി പോയതാണോ? സൈലന്റ് ആയി പോയതല്ല, വയലന്റ് ആയി വന്നുകൊണ്ടിരിക്കുക നിന്നെ കാണാൻ. അത് മനസ്സിലാക്കി തന്നെയാ ഞാനിപ്പോ സംസാരിക്കുന്നത്. പക്ഷേ നിന്റെ വയലൻസിന്റെ റൂട്ട് മാറിപ്പോയോന്നൊരു സംശയം. ഇപ്പൊ നീ ചീറിപ്പാഞ്ഞു പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. പണ്ട് നിന്റെ ആ കൊച്ചിനെ ഐസിന്റെ മുകളിൽ കയറ്റി കെട്ടി നിർത്തിയ സ്ഥലത്ത്. എന്നാ അവിടെ പോയി വെറുതെ പെട്രോളും സമയവും പാഴാക്കി കളയണ്ട. ആ സ്ഥലം ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഒറ്റയ്ക്ക് പോയാൽ നീ പേടിച്ച് പണ്ടാരം ഉടങ്ങിപ്പോവും. ഞാൻ ശ്രീലക്ഷ്മിയെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരിടത്തേക്കാ. എവിടെയാ സ്ഥലം? പറയാം, പക്ഷേ അതിനു മുൻപ് നിന്റെ ബുദ്ധി ചോർന്നു പോയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. കുട്ടി പേടിച്ചു പോയെന്ന് തോന്നുന്നു. പേടിക്കണ്ട, തൽക്കാലം കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടത് ചെറിയൊരു കടലാസാണ്. അതുകൊണ്ടൊരാൾ ഇപ്പൊ വരും. കുട്ടിയുടെ രവിചന്ദ്രവർമ്മൻ സാറ് തന്നെ. അയ്യോ, രവി ഈ കഥയിൽ എങ്ങനെ കയറി വന്നു എന്നുള്ള അമ്പരപ്പായിരിക്കും. അത് സ്വാഭാവികമല്ലേ?
ഹീറോയിനെ വില്ലൻ പിടിച്ചോണ്ട് പോയാൽ ഹീറോ അന്വേഷിച്ച് പിന്നാലെ വരണം. ദ ഗ്രേറ്റ് ഇന്ത്യൻ ട്രഡിഷൻ. രാമായണം മുതലുള്ള പതിവാ. നമ്മളത് തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞില്ലേ, ഒരു ചെറിയ കടലാസ്. പിന്നെ പറ്റുമെങ്കിൽ രവിചന്ദ്രവർമ്മനിട്ട് ഞാനൊരു കൊട്ടു കൊടുക്കും. ആ, അത് നോക്കട്ടെ, സമയവും സന്ദർഭവും അനുസരിച്ച് വന്നാൽ. ഏതായാലും കുട്ടിയെ ഞാനൊന്നും ചെയ്യില്ല. എന്റെ ടാർഗറ്റ് രവിയാണ്, ശ്രീലക്ഷ്മി അല്ല. കാരണം അവൻ 20 വർഷങ്ങൾക്ക് മുൻപേ എന്നെ ചതിച്ചതാ. ഒരു പഴയ കഥ, കുട്ടിക്കതറിയില്ല. അവൻ കാരണം ഞാൻ ജയിലിലെ ഭക്ഷണം കുറേ കഴിച്ചതാ. ഇനിയെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കണം. ജീവിക്കണം എനിക്ക്. അതെന്റെ വാശിയ. പക്ഷേ അവനാ ഒന്നിനും സമ്മതിക്കാതെ എതിര് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാ തോക്കു ചൂണ്ടി കാഞ്ചി വലിച്ചത്. ഞാനപ്പോ വീണുപോയി എന്നുള്ളത് സത്യം. അപ്പോ അവൻ കരുതിക്കാണും ഞാൻ തീർന്നെന്ന്. അങ്ങനെയൊന്നും തീർന്നു പോകില്ല എന്ന് അവനെ എനിക്ക് കാണിച്ചു കൊടുക്കണം. ഏതായാലും അന്നവൻ വെടിവെച്ചത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. അവനോടുള്ള പക എനിക്ക് പിന്നെയും കൂടി. പിന്നെ ഇപ്പൊ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞില്ലേ, ആ കടലാസിന് വേണ്ടിയിട്ടാ. കുട്ടി തന്നെ കണ്ടെത്തിയ ആ വെയർഹൌസ് പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് എനിക്കത് വേണം. കുട്ടി എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ കുട്ടിയുടെ വീട്ടിൽ പോയി മേശവലിപ്പിൽ നിന്ന് അതെടുത്തോണ്ട് വരും. കുട്ടി അവനെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറഞ്ഞാലും കുട്ടി അവന് വലിയ ജീവനാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. അതാണല്ലോ കുട്ടിയെ അന്വേഷിച്ച് അവൻ അലഞ്ഞു നടന്നത്. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ശരി മോളെ, പറ്റുമെങ്കിൽ നീ വാ. ശരി. സരോജം, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ആരായിരുന്നു ഫോണില്? കൃഷ്ണയാ. പത്മിനിയൊക്കെ ഉറങ്ങി, അവൾ ഇങ്ങോട്ട് വരാന്ന്. അല്ല, വയ്യാത്ത അച്ഛനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. കിടന്നിട്ടൊരു സ്വസ്ഥതയുമില്ല സരോജം, ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ശരി. അപ്പോ എനിക്ക് സ്വസ്ഥതയുണ്ടെന്നാണോ ശ്രീലക്ഷ്മി കരുതുന്നത്? മോൾക്ക് എന്തെങ്കിലും പറ്റൂന്നുള്ള ആദ്യം എന്റെ മനസ്സ് നിറയെ. സത്യം പറഞ്ഞ ഇവിടെ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ശ്രീടച്ച. രവിസാറ് പലതും തുറന്നു പറയാൻ മടിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൂടെ വിവരം അറിയിച്ചാലോ? മോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഏയ്, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. ആദ്യം നേരം വിളിക്കട്ടെ, പിന്നെ നമുക്ക് ആലോചിക്കാം. പേടിക്കാനൊന്നുമില്ലെന്നും മോൾക്കൊന്നും സംഭവിക്കില്ലെന്നല്ലേ രവി സാർ പറഞ്ഞിട്ട് പോയത്. സാറെങ്ങനെ വെറും വാക്ക് പറഞ്ഞിട്ട് പോവോ? ഇല്ല. ഇതൊക്കെ ഓരോരോ ബിസിനസ് കളികളാ. സാറ് വലിയ ബിസിനസ്സുകാരനല്ലേ, മോളവിടുത്തെ പ്രധാന സ്റ്റാഫ്. സാറിന്റെ ബിസിനസ് തകർക്കാൻ നമ്മുടെ മോളെ കരുവാക്കുന്നു. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സാറ് വന്ന് ആ ഡോക്യുമെന്റ് വാങ്ങിച്ചോണ്ട് പോയത്. ശരിയാ, നമ്മുടെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മോൾക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പാ. എന്റെ കരിക്കൊത്തിയമ്മേ, ആറ്റുകാലമ്മേ, കാത്തുരക്ഷിക്കണേ. അതേ, ഇവിടെ റൊമാൻസിനെ പറ്റിയ സ്ഥലമല്ല കുട്ടി. അതൊക്കെ അങ്ങ് പാർക്കിലോ ബീച്ചിലോ പോയിട്ട് മതി. ഈ സ്ഥലം അത്ര ശരിയല്ല, അതുകൊണ്ടാ. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഈ ചേട്ടൻ ഈ വാനിൽ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും. രവി സാർ ഇവിടെ നിൽക്കട്ടെ. അവനുമായിട്ട് എനിക്ക് ചില പഴയ കണക്കുകൾ സംസാരിക്കാനുള്ളതാണ്.
അതെ, നിന്നോടുള്ള കണക്ക് തീർക്കും മുൻപ് ആദ്യം ചെയ്യേണ്ടത് ഒരു ദഹനക്രിയയാണ്. രാജനന്ദിനിയുടെ സ്വത്തുക്കളിൽ എനിക്ക് അവകാശമില്ലെന്ന് പറയുന്ന ഈ കരാറ് കത്തിക്കാൻ. അത് നടന്നാലേ എനിക്ക് അവകാശമുണ്ടെന്ന് ഞാനുണ്ടാക്കി വെച്ച കരാറിന് സാധുതയുള്ളൂ. സോ രാജനന്ദിനി ചത്തതുപോലെ അവളുണ്ടാക്കിയ ഈ കരാറും നശിക്കണം, നിന്റെ മുന്നിൽ വെച്ച് തന്നെ. മോക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഞങ്ങള് വല്ലാതങ്ങ് പേടിച്ചുപോയി. കുഴപ്പമൊന്നുമില്ല അമ്മ, എല്ലാം ഓക്കെയാണ്. ആരാ സാറേ എന്റെ മോളെ പിടിച്ചോണ്ട് പോയത്? എന്തായിരുന്നു അവരുടെ ആവശ്യം? സരോജ മാം, അത് ചില ഒഫീഷ്യൽ പ്രശ്നം. ഈ വിഷയത്തിൽ ശ്രീലക്ഷ്മി പൂർണ്ണമായിട്ടും നിരപരാധിയാണ്. എനിക്ക് തന്നോടുള്ള പ്രണയം ഉരുകിപ്പോകുന്ന ഒരു മഞ്ഞുകെട്ട പോലെ ആയിരുന്നില്ല. ഇറ്റ് വാസ് സോളിഡ് ശ്രീലക്ഷ്മി, സോളിഡ് ലൈക്ക് എ റോക്ക്. പക്ഷെ തന്റെ അച്ഛൻ പോലും നമ്മുടെ വിവാഹത്തിന് സംബന്ധിച്ചപ്പോ എനിക്ക് പോലും ഇപ്പോഴും കൃത്യമായിട്ട് അറിയാത്ത എന്റെ ഭൂതകാലത്തിന്റെ പേരിലാണ് താൻ എന്നെ തള്ളി. That was disgusting and disappointing. എന്നിൽ അത് ഏൽപ്പിച്ച ആഘാതം ഒരിക്കലും തനിക്ക് മനസ്സിലാവില്ല, ഒരിക്കലും. ഇനിയിപ്പോ ഒരപേക്ഷയുള്ളൂ. എന്നെങ്കിലും താൻ എൻ്റെ അമ്മയെ അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ താനത് എന്നോട് നേരിട്ട് പറഞ്ഞു തരണം. മറ്റൊന്നിനുമല്ല, ഒന്ന് കാണണം. പ്രസവിച്ച സ്ത്രീയല്ലേ, എന്തിനാ എന്നെ ഉപേക്ഷിച്ചെന്ന് അവരോട് ചോദിക്കണം. അത് മാത്രം മതി, അത് മാത്രം. ഏതായാലും എനിക്കിപ്പോ പെറ്റമ്മയില്ലാത്തതിൽ യാതൊരു സങ്കടവുമില്ല ശ്രീ. കാരണം ഒരു പോറ്റം വേണ്ട എനിക്കിപ്പോ. എന്നോട് ഒരുപാട് കരുതൽ കാണിക്കുന്ന ഒരു കുറവുമില്ലാത്തൊരമ്മ. ആ സ്ത്രീ മാത്രം മതി എനിക്കിനി എന്റെ ജീവിതത്തിൽ. ആ സ്ത്രീ മാത്രം. ഇനി സ്വന്തം ജീവിതത്തിൽ അമ്മ എന്ന സ്ത്രീ മാത്രം മതിയെന്നൊക്കെ 5 ഡയലോഗ് അടിച്ചിട്ടാ ഇവിടുന്ന് പോയത്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ എന്റെ ചില പ്രവൃത്തികൾ വല്ലാതെ ആഴത്തിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതുണങ്ങാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് തോന്നുന്നു. അതൊരിക്കലും ഉണങ്ങിയില്ലെങ്കിലോ? കൃഷ്ണ. അതെ ശ്രീ, എനിക്കെന്തോ അങ്ങനെ വല്ലാത്തൊരു ആശങ്ക തോന്നിയിപ്പോ. എത്ര കടുത്ത കരിങ്കല്ലാണെങ്കിലും കൂടം കൊണ്ട് അടിച്ചെടുത്ത് തന്നെ വീണ്ടും അടിച്ചാ അത് പിളർന്നു പോവും. അതുപോലെ കുറച്ചു നാളുകളായി നീ രവിവർമ്മൻ സാറിന് വേദന മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോഴീ ഭൂതകാലം തേടിയുള്ള നിന്റെ ഈ അധിക പ്രസംഗ യാത്ര കൂടിയായപ്പോ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും നീ തന്നെ അടിച്ചെന്ന് പറയാം.
അതുകൊണ്ട് ഇനിയെങ്കിലും നീ നിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ കൈവിട്ട് പോയെന്നിരിക്കും. എങ്ങനെ വേണമെന്ന് നീ തന്നെ തീരുമാനിക്ക. ഗുഡ് മോർണിംഗ്. മോളെത്തിയില്ലോ. ആ ഗുഡ് മോർണിംഗ് മോളെ. അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നല്ലോ. നന്നായിട്ട് തൊഴാൻ പറ്റിയ പറ്റിയച്ചാ. അർച്ചനയും ചെയ്തിട്ടുണ്ട്. പ്രസാദ്. ഇത് 2-3 അർച്ചനയുണ്ടല്ലോ. നമ്മുടെ 3 ആളുടെ പേരിൽ അർച്ചന നടത്തിയോ നീ? നടത്തി. ഒന്ന് അച്ഛന്, ഒന്ന് അമ്മയ്ക്ക്, പിന്നൊന്ന് മോൾക്ക് തന്നെ. അതല്ലാതെ ആരായി വീട്ടിലുള്ളത്? അല്ലച്ചാ, 3ാമത്തെ അർച്ചന ചെയ്തത് രവി സാറിന് വേണ്ടിട്ടാ. രവിവർമ്മ സാറിന് വേണ്ടിട്ടോ? എന്റെ കരിക്കുത്തിയമ്മേ, നീ പറഞ്ഞ സത്യമാണോടി? അതെ അമ്മേ. എനിക്ക് 2ആളോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനുള്ള മനോധൈര്യം കിട്ടാനാ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയത് തന്നെ. എന്താ മോളെ കാര്യം? നീ പറഞ്ഞോ, കേൾക്കാൻ ഞങ്ങള് തയ്യാറാ. അത് പിന്നെ എനിക്ക് രവി സാറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് അച്ഛാ. നമുക്ക് ആ വിവാഹം ഉടനെ നടത്തണം. സത്യമാണോ മോളെ? സത്യമാണോ നീ പറയുന്നത്? എന്റെ കൈക്കുത്തിയമ്മേ, ഞാൻ എന്തായി കേൾക്കുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാ 2ആൾക്കും എന്നെ വിശ്വസിക്കാം. ഈ ഞാൻ കാരണം എല്ലാവരുടെയും മനസ്സ് ഒരുപാട് വിഷമിച്ചു കഴിഞ്ഞു. അച്ഛൻ പോലും നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചപ്പോഴാ ഞാൻ അങ്ങനെയൊക്കെ എതിര് പറഞ്ഞത്. അതൊരിക്കലും രവി സാറിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരുന്നില്ല. മറിച്ച് എനിക്ക് എന്നും സാറിനോട് അത്രയ്ക്ക് ഇഷ്ടവും ബഹുമാനവും കടപ്പാടുവേ തോന്നിയിട്ടുള്ളൂ. പറയുമ്പോ ഇതൊക്കെ കേൾക്കാൻ നല്ല കാര്യ. പക്ഷേ എന്തിനായിരുന്നു നിന്റെ ദുർവാശി? അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ എന്താ നേടിയത്? അത് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവും. എനിക്കത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയില്ല അമ്മേ. എന്റെ മനസ്സും ശരീരവും കടന്നുപോയ വഴികളും ഇപ്പോഴെനിക്ക് പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് പഴയതുകളൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഹലോ. അമ്മേ നമസ്കാരം. ഇത് ഞാനാണ് സുദർശനൻ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യമായിട്ടാണല്ലോ എന്നെ ഫോണിൽ വിളിക്കുന്നത്. അതെ അതെ, ആദ്യമായിട്ടാ. അതൊരു നല്ല കാര്യത്തിനാവുമ്പോ സന്തോഷം തോന്നുന്നു. അല്ല, അവിടെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ശാരീരികമായ അസുഖമൊന്നുമില്ല. പക്ഷേ മാനസികമായി അങ്ങനെയാണോന്ന് ചോദിച്ചാ അല്ലാന്ന് പറയേണ്ടി വരും. അതെന്തുകൊണ്ടാ ഏതുകൊണ്ടാണെന്ന് പറയാതെ അറിയാമല്ലോ സുദർശന്. അറിയാം അമ്മ, മനസ്സിലായി. പക്ഷെ ആ മനോവിഷമെല്ലാം തീരാൻ സമയമായെന്ന് തോന്നുന്നു. അമ്മയെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. ഞാൻ എപ്പോ അങ്ങോട്ട് വന്ന് അമ്മയെ കാണാൻ പറ്റും? എപ്പോ വേണമെങ്കിലും വന്നോളൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്താ ഇത്ര അത്യാവശ്യമായി കാണാൻ വരാൻ? നല്ല ഉത്സാഹത്തിലാണല്ലോ സംസാരിക്കുന്നത്. എന്താ വിശേഷം അവിടെ? അത് ഞാൻ നേരിട്ട് വന്നിട്ട് പറയാമ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ വരും. കാര്യങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ മംഗളമായി നടക്കുന്നൊരു തോന്നല്.
എല്ലാം ഞാൻ നേരിട്ട് വന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ ഫോൺ വെക്കുക. ശരി. സരോജം, ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ സംസാരത്തിൽ നല്ല ഉത്സാഹം. ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. രവി എവിടെ? രാവിലെ പുറത്തുപോയി. ഒന്നും പറഞ്ഞില്ല എന്നോട്. കാർ എടുക്കാതെ ടാക്സി പിടിച്ചാ പോയത്. അതെന്താണെന്ന് മനസ്സിലായില്ല. ടാക്സി പിടിച്ചോ? സമ്മതിക്കുന്നു, ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി. എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും വിവാഹത്തിന് സമ്മതിച്ചില്ല എന്ന വലിയ തെറ്റ്. ജീവിതം കൊണ്ട് മാത്രമേ എനിക്ക് ആ തെറ്റ് തിരുത്താൻ കഴിയൂ. ആ ജീവിതം സാറിനുള്ളതാ. സാറാ എന്നെ കുപ്പത്തൊട്ടിയിൽ നിന്നും കൈപിടിച്ചുയർത്തിയത്. നീരറ്റ് കോളനിയിലെ നരച്ചു നരകിച്ച ജീവിതത്തിൽ നിന്നും നിറമുള്ള മറ്റൊരു സ്വപ്നലോകം സാറാ എനിക്ക് കാണിച്ചെന്ന് ക്ഷമിച്ചത്. എന്നിട്ട് ഞാനത് തട്ടിക്കളഞ്ഞത് എന്റെ അവിവേകം, അറിവില്ലായ്മ. ഇപ്പൊ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു. സാറ് ക്ഷമിക്കണം. മാപ്പ്. എനിക്കറിയാം, കഴിഞ്ഞ കുറെ നാളായി ഞാൻ സാറിൽ നിന്നും അകന്നു നിൽക്കായിരുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കായിരുന്നു. അതിനെയും സഹിക്കാനാവാതെയാ സാറേ പോകുന്നത്. സഹനത്തിനും അപ്പുറമുള്ള ഒരു യാത്ര. അത് മനസ്സിലാക്കിയ ഇപ്പോഴീ കള്ളം പറഞ്ഞതും ഞാൻ ഓടിയെത്തിയതും മാപ്പ് ചോദിച്ചതും. അത് കഴിഞ്ഞു. ഇപ്പൊ ഇനി എന്റെ മനസ്സ് ശൂന്യമാണ്. അതിന് ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. സാറിന് പോവാം. എന്നെങ്കിലും തിരിച്ചു വരുമ്പോ ശ്രീലക്ഷ്മിയെ അന്വേഷിക്കരുതെന്ന് മാത്രം. കാരണം അപ്പോഴവൾ ഈ ലോകത്തുണ്ടായിരിക്കില്ല. രവിവർമ്മനില്ലാത്ത ലോകത്ത് ശ്രീലക്ഷ്മി ജീവിച്ചിരിക്കില്ല എന്നർത്ഥം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ശ്രീലക്ഷ്മി, ഇരിക്കെ. ബാലമ്മ, യമുനോട് കുടിക്കാൻ കൊണ്ടുവരാൻ പറ. എന്താ വേണ്ടത്? ചായയോ കോഫിയോ? അയ്യോ, ഒന്നും വേണ്ട അമ്മേ. ഞാനിപ്പോ അങ്ങ് പോകും. പോകുന്നതൊക്കെ നമുക്ക് ആലോചിക്കാം. ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, ഒന്നും കുടിക്കാതെ മടങ്ങി പോകാൻ പറ്റില്ല. സുദർശൻ ഇരിക്കെ. ബാലമ്മ. ആ സുകന്യ, അമ്മേ, രഘുവിനോടും രേഖയോടൊന്ന് വരാൻ പറയൂ. ശരി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങള്? സരോജത്തിന് സുഖം തന്നെയല്ലേ? സുഖായിരിക്കുന്നു അമ്മേ. സുദർശൻ ആദ്യമായിട്ടാണല്ലോ ഇവിടെ ഈ വീട്ടിലേക്ക് വരുന്നത്. അതെ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. രവിവർമ്മൻ സാറിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ആൾക്കാര് കാണിച്ചു തന്നു. സത്യം പറഞ്ഞ ഇതുവരെ ഇവിടെ വരാതിരുന്നതിൽ വിഷമം തോന്നി. ഏയ് അതൊന്നും സാരമില്ല. സുദർശന് എപ്പോ വേണമെങ്കിലും വരാലോ. അല്ല, എന്തോ സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് ഫോണിലൂടെ പറഞ്ഞിരുന്നല്ലോ. അത് പിന്നെ എങ്ങനെ പറയണോന്ന് വെച്ചാ, അല്ല ഇതാര്? നമസ്കാരം സാർ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം.
രവിവർമ്മൻ സാറും കൂടി ഇവിടെ കാണുമെന്നാ വിചാരിച്ചത്. അപ്പോഴാ വെളിയിൽ നിന്ന് ആള് പറഞ്ഞത് സാറ് പുറത്തു പോയിന്ന്. സാരമില്ല, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇനി ഞാൻ വന്ന കാര്യം സന്തോഷത്തോടുകൂടി പറയാം. ഞങ്ങളുടെ ശ്രീമോള് രവി സാറുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു. അതേടോ, സ്വപ്നം കാണുക. നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ കാത്തിരുന്ന ആ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമാകാൻ പോവല്ലേ. പിന്നെങ്ങനെയാ സ്വപ്നം കാണാതിരിക്കുക? താൻ തന്നെ പറയും. ഇത് കേട്ടാ സാറിന് കവിത എഴുതാൻ ഉദ്ദേശമുണ്ടെന്ന് തോന്നുമല്ലോ. കവിതയല്ല, ഒരു മഹാകാവ്യം തന്നെ എഴുതിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. എന്നാ മഹാകവി ഫോൺ കട്ട് ചെയ്തോളൂ, എന്നിട്ടൊരു പേപ്പറും പേനയും എടുത്തോളൂ. എനിക്ക് അല്പം പണിയുണ്ട് ഇവിടെ. ശ്രീലക്ഷ്മി, ഐ ലവ് യു. ആഹാ, ഇതാണോ മഹാകാവ്യത്തിലെ ആദ്യത്തെ വരി? ആദ്യത്തത് മാത്രമല്ല, രണ്ടാമത്തതും മൂന്നാമത്തതും എല്ലാം ഇത് തന്നെ. നന്നായി. മുഴുവനും ഒരേ വരി എഴുതി വെച്ചാലേ അതിന് മഹാകാവ്യം എന്നല്ല, മുഴുവട്ടെന്നാ പറയാറ്. സൂക്ഷിക്കണം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ. മോളെ ശ്രീ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സത്യം പറഞ്ഞ കുറെ നേരമായിട്ട് ആലോചിക്കായിരുന്നു ഈശ്വരമേ ഒന്ന് കണ്ടെങ്കിലെന്ന്. പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല. ദാ ഈശ്വരമ്മ മുന്നിൽ വന്നു. വരൂ, അകത്തേക്കിരിക്കാം. വേണമെന്നില്ല. സന്തോഷമുള്ള കാര്യങ്ങൾക്കും നമ്മൾ പങ്കാളികളാവണല്ലോ. മഹാസങ്കടങ്ങളുടെ കാലം മാറുമെന്നും അമ്മയുടെ തീരുമാനം എന്തായിരുന്നുവെന്നും നീ ഇപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ? സത്യമായിട്ടും തിരിച്ചറിഞ്ഞു ഈശ്വരമ്മേ. ഈശ്വരമ്മയുടെ വാക്കുകൾ മാത്രാണ് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത്. അമ്മ എന്നും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. എല്ലാം മോളുടെ ആഗ്രഹം പോലെ തന്നെ ഭംഗിയായി നടക്കും. ധൈര്യമായിട്ടിരുന്നോളൂ. ഈ നേരത്തെ ഈശ്വരമ്മയും കൂടെ വന്നപ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം. ആ സന്തോഷം എപ്പോഴും നിലനിൽക്കട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. അടിപൊളിയല്ലേ? അല്ല, മാഡത്തിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു? ഏയ് ഇല്ലല്ലോ. ഓ മൈ ഗോഡ്, ഇത് ചാർജ് തീർന്ന് ഓഫായി പോയെന്ന് തോന്നുന്നു. അല്ല, എന്തുപറ്റി ചോദിക്കാൻ? ഗായത്രി ദേവിയമ്മ മാഡത്തെ വിളിച്ചിരുന്നു. രവി സാറിന്റെ അമ്മ മാഡത്തെ കിട്ടാത്തത് കൊണ്ട് എന്നോടൊരു മെസ്സേജ് പാസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. എന്ത് മെസ്സേജ്? മാഡം അത്യാവശ്യമായി ആ വീട് വരെ ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. എന്തുപറ്റി? എന്താ കാര്യമെന്ന് പറഞ്ഞു സാറിനോട്? കൃത്യമായി പറഞ്ഞില്ല, എന്നാലും പെട്ടെന്ന് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണെന്ന എന്റെ ഒരു വിചാരം. എന്ത് സംഭവ വികാസങ്ങൾ? പറയാം. നമ്മുടെ ശ്രീലക്ഷ്മി മാഡം സ്വന്തം വിവാഹത്തിന് സമ്മതിച്ചു. ആരുമായിട്ടുള്ള വിവാഹത്തിന്? ആ സച്ചി വീണ്ടും തിരിച്ചു വന്നോ? ഹേയ്, സച്ചിയല്ല, വരൻ നമ്മുടെ ബോസാ. സാക്ഷാൽ രവിവർമ്മൻ സാറ് തന്നെ. വാട്ട്? ആണോ? ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. രവിവർമ്മൻ സാറിന് വേണ്ടാന്ന് പറഞ്ഞ ആള് ഇപ്പൊ വീണ്ടും വിവാഹത്തിന് സമ്മതിച്ചെന്നോ? ഭയങ്കരം തന്നെ. രാജാറാം സർ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അവൾക്ക്, ഈ ശ്രീലക്ഷ്മിക്ക്, അവൾക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട്. ഈ വിവാഹം നടന്ന രവിവർമ്മൻ സാറിന്റെ ലൈഫ് കട്ടപ്പോകുകയാണെന്ന് ഉറപ്പാ. ആയിരിക്കാം. പക്ഷേ ഈ വാർത്ത അറിഞ്ഞ് രവിവർമ്മൻ സാറിന്റെ വീട്ടിലുള്ളവരും
ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിലുള്ളവരും വളരെ സന്തോഷത്തിലാ. മാഡം മാത്രം എന്താ പിന്നെ ഇങ്ങനെ പറയുന്നേ? കാര്യമുണ്ട്. അല്ല, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ഓന്തിനെ പോലെ മിനിറ്റിന് നിറം മാറുന്ന ഒരു സ്ത്രീയോടൊപ്പം എന്ത് ധൈര്യത്തിലാ രവിവർമ്മൻ സാർ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ല മാഡം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, രവിവർമ്മൻ സാർ ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്തൊക്കെയോ സംഭവിച്ചെങ്കിലും ശ്രീലക്ഷ്മി മാഡം ഇപ്പോൾ വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഈ അവതാര പ്രവിയിൽ ഒടുവിൽ നീ വിവാഹത്തിന് സമ്മതിച്ചല്ലോ. ഹാപ്പി ഗേളിന് കൺഗ്രാറ്റുലേഷൻസ്. ഇനി പറ, നിനക്ക് ഞാൻ എന്ത് സമ്മാനം വാങ്ങി തരേണ്ടത്? അയ്യോ, ഈ സന്തോഷം ഷെയർ ചെയ്യാൻ. അയ്യോ, നീ ഒരു സമ്മാനവും വാങ്ങി തരണ്ട. ഈ പിടി ഒന്ന് വിട്ടു തന്നാ മാത്രം മതി. വിട്ടു. ഞാൻ പിടിച്ചപ്പോഴല്ലേ നിനക്ക് വലിയ സങ്കടം. ഇപ്പൊ രവി സാറായിരുന്നെങ്കിലോ നീ പിടിവിടാൻ പറയുമായിരുന്നോ? ഇല്ലല്ലോ. അയ്യോടാ, പെണങ്ങല്ലേ എന്റെ ചക്കരെ. എന്നാ ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കാം. അപ്പൊ തീരില്ലേ നിന്റെ ഈ പരിഭവം എല്ലാം? ഓ, മനസ്സിലായി. ഇത് ട്രെയിനിങ് ആയിരിക്കും. ഇനി അവിടെ ചെന്നിട്ട് രവി സാറിനോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ലേ? അവളുടെ ഒരു കെട്ടിപ്പിടുത്തം. മാഡം പിടിവിട്ടെ, ഞാൻ നിനക്കൊരു സമ്മാനം തരാനാ വന്നത്. നിന്റെ വീട്ടിൽ തന്നെയുള്ള നിനക്കുള്ളൊരു സമ്മാനം. എന്റെ വീട്ടിൽ എനിക്കുള്ള സമ്മാനോ? അതെ, ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം. ഒരു മിനിറ്റ്. താൻ ധൈര്യമായിട്ടിരുന്നു. പണ്ട് കുറച്ചുനാള് ഇതായിരുന്നില്ല എന്റെ പണി. ചെലപ്പോ ആയിരിക്കും. പണ്ട് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ജോലികൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നാട്ടിലെ പെണ്ണുങ്ങളുടെ കയ്യില് മൈലാഞ്ചിടാൻ നടന്നിട്ടില്ലെന്ന് ആര് കണ്ടു? അടി. ഒരു പാട്ടായി പാടിയാൽ തീരുന്നതാണോ പ്രണയം? പല വാക്കാൽ വർണ്ണിക്കാൻ കഴിയുന്നതാണോ പ്രണയം? ഇനിയൊരു നോവലായി ഞാൻ തുടരെ കുറിച്ചാലും ഒരു കോടി ജന്മങ്ങൾ തുണയായി വാണാലും പകരാൻ കഴിയുന്നതാണോ എൻ മനസ്സിൽ നിറയുന്ന മധുരം? നിന്നോടെനിക്കുള്ള സ്നേഹം. നീ പിടിച്ചേ മോളെ. ഈ രവി സാറിന്റെ ജാതകം ദൈവത്തിന്റെ മുമ്പിൽ വെച്ചേക്ക്. ശരി അച്ഛാ. സരോജം, ചിലപ്പോ ഞാൻ വരാൻ അല്പം വൈകും. ഇത് രാജനന്ദിനിയുടെ ജാതകമാണല്ലോ. ഇത് സാറിന്റെ ജാതകത്തോടൊപ്പം ഇരിക്കണ്ട. അകത്തുകൊണ്ട് വെച്ചാളെ.
ഞാനും ഇത് കേട്ട് ഞെട്ടിയിരിക്കുക ഗായത്രിയമ്മേ. ജനന വർഷം ഒഴികെ ജനന സമയവും നക്ഷത്രം പോലും ഒന്നു തന്നെയാണെന്നാ തിരുമേനി പറയുന്നത്. തീർച്ചയായും രാജനന്ദിനി കുഞ്ഞിന്റെ ജാതകം പണ്ട് ഞാൻ നോക്കിയിട്ടുള്ളതാണല്ലോ. രണ്ടും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ആണ്ടൊഴികെ മാസവും തീയതിയും നക്ഷത്രവും സമയവും ഉൾപ്പെടെ. എന്നുവെച്ചാ ഇത് വലിയ കുഴപ്പമാവോ തിരുമേനി? ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം എനിക്കറിയില്ല പറയാൻ. പക്ഷേ ഗായത്രി അമ്മ പറയുന്ന ജ്യോത്സ്യൻ ശിവസുബ്രഹ്മണ്യത്തിന് ചിലത് കണ്ടുപിടിച്ച് പറയാൻ പറ്റും. നമുക്ക് ഈ ജാതകം ഉടൻ തന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കണം. ഗായത്രി അമ്മ നേരിട്ട് തന്നെ. ഇതെല്ലാം കേട്ടിട്ട് ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നുന്നുണ്ടല്ലോ തിരുമേനി. വന്നു കയറിയ സന്തോഷം ഒന്നാകെ അസ്തമിക്കുമെന്നൊരു ഭയം. പേടിക്കേണ്ട ഗായത്രിയമ്മേ, ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധികളും കാണുമെന്ന് തീർച്ചയല്ലേ? നമ്മളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയാൽ പരിഹാരം ചെയ്യാവുന്നതേയുള്ളൂ. അതെ, അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ജോത്സ്യനെ ഒന്ന് പോയി കണ്ട് ജാതകം കാണിക്കാം. ബാലമ്മ, ശ്രീലക്ഷ്മിയുടെ ജാതകത്തിനൊപ്പം രാജനന്ദിനിയുടെയും രവിയുടെയും ജാതകത്തിന്റെ കോപ്പി കൂടി എടുത്തു വെക്കൂ. എല്ലാം ഒരുമിച്ച് തന്നെ കാണിച്ചു കളയാൻ നമുക്ക്. അതവിടെ ശ്രീലക്ഷ്മിയുടെ ജാതകം മാത്രമേ കാണുന്നുള്ളൂ ഗായത്രിയമ്മേ. ഞാൻ ഇന്നലെ രാജനന്ദിനി കുഞ്ഞിന്റെ ജാതകവും രവിക്കുഞ്ഞിന്റെ ജാതകവും ഒരു കവറിലെടുത്തു വെച്ചിരുന്നു. ഗായത്രിയമ്മ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് രവിക്കുഞ്ഞിന്റെ ജാതകം കൊടുത്തുവിട്ട കൂട്ടത്തിൽ അതും കൂടി ആയിപ്പോയോന്നാ എന്റെ ഒരു സംശയം. എന്റെ ഈശ്വര, വർഷം ഒഴികെ രണ്ട് ജാതകത്തിലെയും വിവരങ്ങൾ ഒന്നാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജാതകത്തിനൊപ്പം രാജനന്ദിനിയും ആ വീട്ടിലേക്ക് പോയതായിരിക്കുമോ ശ്രീലക്ഷ്മിയെ കാണാൻ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അയ്യോ, അത് കൊള്ളാം. ഇവിടെ ഇപ്പൊ കല്യാണ ചെറുക്കൻ സാറല്ലേ. നിശ്ചയത്തിന്റെ തീയതിയൊക്കെ സാറിനോട് ചോദിച്ചിട്ടല്ലേ തീരുമാനിക്കേണ്ടത്. അതാണ് അതിന്റെ ഒരു പ്രോട്ടോകോളും. ഓ ശരി, ആയിക്കോട്ടെ. എങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്ന് വേണമെങ്കിലും നിശ്ചയം നടത്താം. ഇനിയിപ്പോ കല്യാണം ആദ്യം നടത്തിയിട്ട് നിശ്ചയം പിന്നീട് നടത്തിയാലും ഞാൻ ഓക്കെയാണ്. എന്തേ, നമുക്ക് അങ്ങനെ നടത്തിയാലോ? അവന്റെ ഒരു തമാശ. അല്ല, ഒരു പുതുമയായിക്കോട്ടെ. അതെ, പുതുമയും പുരപ്പുറം തൂക്കലും ഒന്നും വേണ്ട. എല്ലാം പാരമ്പര്യപ്രകാരം തന്നെ നടന്നാ മതി. എന്നാ ഞാൻ ഈ വിവരം ഇപ്പൊ തന്നെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. വാ ബാലമ്മ. എക്സ്ക്യൂസ് മീ. സാറിങ്ങനെ കോമഡിയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഐ തിങ്ക് യു ആർ ഇൻ എ മൂഡ് ഓഫ് എക്സൈറ്റ്മെന്റ്. അങ്ങനെ തോന്നിയല്ലേ? തോന്നി. Then it's true. വല്ലപ്പോഴും എനിക്കും വേണ്ടോ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ. രവിചന്ദ്രവർമ്മൻ ഒരു മനുഷ്യനാണ്. സോഫ്റ്റ് ഫീലിംഗ്സ് ഒക്കെ എനിക്കുണ്ട്. എന്നിൽ ഞാൻ പോലും അത് തിരിച്ചറിയുന്നത് ശ്രീലക്ഷ്മിയെ കണ്ടതിന് ശേഷമാണ്. എനിവേ, ഓൾ ഈസ് വെൽ. എനിക്കും തനിക്കും ശ്രീലക്ഷ്മിക്കും എല്ലാം. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഇവിടെ നോ സർ, ഓൾ ഇസ് നോട്ട് വെൽ. എത്ര ലാഘവത്തോടെയാ എന്റെ മുഖത്ത് നോക്കി സാറിന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. 10 വർഷം ഞാൻ മനസ്സിൽ പൂജിച്ച് കൂടെ നടന്നിട്ടും ഒരു തരി പോലും സാറിന് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴൊന്നും ഒരു എക്സൈറ്റ്മെന്റും സോഫ്റ്റ് ഫീലിംഗ്സും സാറിന് വന്നില്ല. ശ്രീലക്ഷ്മിയെ കാണുമ്പോ മാത്രമാണ് അതുണ്ടാവുന്നത് അല്ലേ? എന്നാ സാർ കേട്ടോളൂ, ഈ സാൻഡ്ര മുറിവേറ്റൊരു സ്ത്രീയാണിപ്പോ.
ഈ മുറിവിനും ഈ ചോരയ്ക്ക് ഈ കണ്ണീരിനും വില തരാതെ ഈ കല്യാണം നടക്കില്ല. നടത്താൻ സമ്മതിക്കില്ല ഞാൻ. ഇത് സാൻഡ്രയുടെ വാക്കാ. ആഹാ, നീന്താടി എന്നെപ്പ നീരേറ്റ് കോളനിന്ന് പേര് വിട്ടുവിടാൻ തീരുമാനിച്ചോ? പേര് വെട്ടലൊന്നും അല്ല ചേച്ചി. നാളെ വലിയൊരു VIP ഭാര്യയാകാൻ പോവല്ലേ. അപ്പൊ നമ്മളെയൊക്കെ കണ്ട പിടിച്ചില്ലെങ്കിലോ? അതിന് ഈ ശ്രീലക്ഷ്മി ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. എനിക്ക് ഇവിടെ ഉള്ളവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. വെറുതെ പുളു അടിക്കല്ലേ, കണ്ടറിയാം നമുക്ക്. നീ ഇതെപ്പോ എത്തി? ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിന്. സോറി, ബസ്സിന് വന്നു. ആ ശ്രീലക്ഷ്മി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃഷ്ണ വിളിച്ചു പറഞ്ഞു. പിന്നെ നാട്ടിൽ നിന്നിട്ട് നിൽപ്പ് ഉറക്കുന്നില്ല. ഞാൻ അപ്പോഴേ പുറപ്പെട്ടതാ. ഓൾ ദി ബെസ്റ്റ് ശ്രീലക്ഷ്മി. അഡ്വാൻസ് വിഷസ് ഫോർ എ ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു ദീപു. ഏതായാലും നീ ഇന്ന് തന്നെ ധൃതി പിടിച്ച് ഇങ്ങെത്തുമെന്ന് ഞാൻ കരുതിയില്ല. വന്നത് നന്നായി. സുദർശനങ്ങളിലും സരോജ ആന്റിക്കും ഒരു കൈസഹായം ആയല്ലോ. ഒരു കൈയല്ല, എന്റെ 2 കൈ കൊണ്ട് സഹായിക്കാൻ റെഡിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഈ കല്യാണത്തിന് നീരേറ്റ് കോളനിയിലെ യുവജനങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കും. മരക്കഴുത, അവൻ കെട്ടേണ്ട പെണ്ണിനെയാ വേറൊരുത്തിനെ കെട്ടാൻ വേണ്ടി സഹായിച്ചു കൊടുക്കാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പൊ കേട്ടല്ലോ, ഈ നിശ്ചയത്തിന്റെയും കല്യാണത്തിന്റെയും ഈവന്റ് മാനേജ്മെന്റ് മുഴുവൻ ഈ ദീപു ആയിരിക്കും. എന്തൊക്കെ വേണോന്ന് സുദർശനങ്ങളോടും സരോജ ആന്റിയോടും സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കെ. ആന്റി കാപ്പി എടുത്തു വച്ചേക്കാ. ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ വന്നത്. കാപ്പി കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ശരി, ബൈ. വാ കൃഷ്ണ. ഈ വിവാഹം നടന്നാൽ എന്റെ മകളെ വിവാഹം കഴിക്കുന്നയാൾക്ക് ജീവഹാനി സംഭവിക്കുമെന്ന് ജോത്സ്യനൊരു കള്ളം പറയണം. അത് മതി ഈ കല്യാണം മുടങ്ങാൻ. എങ്ങനെ? ഇതൊരു പ്രേമവിവാഹമാണ്. അയാൾ മരിച്ചുവെന്ന് അറിഞ്ഞാൽ താൻ കാരണം അത് സംഭവിക്കരുതെന്ന് കരുതി അവൾ പിന്മാറും. ചെറുക്കന്റെ അമ്മയും ഇതറിഞ്ഞാൽ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പാ. ഓ, അത് ശരി. ഇപ്പോ കള്ളം പറയണമെന്ന് പറയാൻ തന്നെ സുദർശൻ ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? അപ്പോ സത്യമുള്ള ഈ സ്ഥലത്തിരുന്ന് ഞാനിത് എങ്ങനെ മറ്റുള്ളവരോട് പറയുമെന്നാണ് ചേട്ടൻ കരുതുന്നത്? വേദങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ ഗുരുമുഖത്ത് നിന്നും പഠിച്ച് ഗുരുത്വമുള്ള ഒരാളാണ് ഞാൻ. ഒരിക്കലും കള്ളം പറഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളെ തടയാൻ എനിക്ക് കഴിയില്ല സുദർശൻ ചേട്ടാ. കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും കണക്ക് നോക്കി എന്റെ ഗുരു എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ആ നാവ് കൊണ്ട് കള്ളം പറഞ്ഞ് ചതിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി അഥവാ എത്ര കള്ളം പറഞ്ഞാലും അവർ തമ്മിൽ ഒരുമിച്ച് ചേരേണ്ടവരാണെങ്കിൽ ഒരുമിച്ച് ചേരുക തന്നെ ചെയ്യും. എന്തുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ ആ വീട്ടിലല്ലേ? എന്തൊക്കെയായി നിശ്ചയത്തിന്റെ തയ്യാറെടുപ്പുകൾ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു സർ. വെരി ഗുഡ്. ആദ്യമായിട്ടാണല്ലോ താൻ എന്നെ വീഡിയോ കോൾ വിളിക്കുന്നത്. നിശ്ചയം ഉറപ്പിച്ചില്ലേ സർ? ഇനി ധൈര്യമായിട്ട് എനിക്ക് സാറിനെ വിളിക്കാമല്ലോ. മുമ്പ് നമ്മള് വീഡിയോ കോള് വിളിച്ചിട്ടുണ്ട്. സാറ് മറന്നുപോയതാ. ആണല്ലേ? സോറി. ഏതായാലും അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് പയ്യനെ ഇങ്ങനെ വിളിക്കാൻ പാടില്ലെന്നാണ് നിയമം. ആണോ? എങ്കിൽ ശരി, ഞാൻ ഫോൺ വെക്കാണേ. ടാറ്റാ, ബൈ. വെക്കല്ലേ, ഞാൻ പഴയൊരു ആചാരം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ അതിനൊക്കെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അല്ല, ഞാനിട്ട് തന്നെ മൈലാഞ്ചി ഇപ്പോഴും കയ്യിലുണ്ടല്ലോ അല്ലേ? അതോ മാഞ്ഞു പോയോ? ഇല്ല, ദേ നോക്കിയേ, ഇപ്പോഴത് കൈ തന്നെ ഉണ്ട്. കോളനിയിലെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ആരിട്ടതെന്നാ അവര് ചോദിച്ചേ. അത് ശരി. അപ്പൊ താനെന്ത് പറഞ്ഞു? ഞാനുള്ള സത്യം പറഞ്ഞു. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി തലവൻ രവിചന്ദ്ര വർമ്മൻ ഇട്ട് തന്നതാന്ന്. ഓ മൈ ഗോഡ്.
അപ്പോ താൻ എന്നെ നാണം കെടുത്തി അടങ്ങൂ അല്ലേ? ഏയ്, ഞാനിത് പറഞ്ഞപ്പോ അവർക്കൊക്കെ ഭയങ്കര അതിശയം തോന്നി. സാറിന് ഈ പണി അറിയാവോന്ന് ചോദിച്ചു അവര്. ഏയ്, അങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. സാറിന് വേറെ പണി ഇല്ലേ എന്നായിരിക്കും അവർ ചോദിച്ചത്. ചോദിക്കും. സാറിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാ ഞാൻ കേട്ടോണ്ടിരിക്കില്ലെന്ന് അവർക്ക് അറിയാം. ഓ, ആയിക്കോട്ടെ. ബോസ് അല്ല, GD. എന്തായി തന്റെ തേങ്ങ കച്ചവടമൊക്കെ? നന്നായി നടക്കുന്നില്ലേ അവിടെ? നടക്കുന്നുണ്ട് GD സർ, കുഴപ്പമില്ല. എന്നാ കുഴപ്പമുണ്ട്. നമ്മുടെ കച്ചവടം നന്നായി നടക്കുന്നില്ല ഇപ്പോ. ത്രിവിക്രമന് അഡ്വാൻസ് ആയി കുറച്ച് പണം ഞാൻ ഏൽപ്പിച്ചിരുന്നു. അയ്യോ, ഓർമ്മയുണ്ട്, നന്നായിട്ട് ഓർമ്മയുണ്ട് സർ. ത്രിവിക്രമൻ ആരുടെ എന്തെങ്കിലും കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായും അതിന്റെ ഉത്തരവാദിത്വം കാണിച്ചിരിക്കും GD സർ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ പുതിയൊരു വിശേഷമായിട്ടാ. നല്ല കാര്യം, പറയ് കേക്കട്ടെ. അവിടെ ആ പെങ്കൊച്ചിൻ രവിവർമ്മനുമായിട്ടുള്ള വിവാഹ നിശ്ചയം തീരുമാനിച്ചു. നാളെയാണ് മുഹൂർത്തം. ഓ, അത് ശരി. അത് നല്ലൊരു വാർത്തയാണല്ലോ ത്രിവിക്രമ. തന്നെ ക്ഷണിച്ചില്ലേ നിശ്ചയത്തിന്? പിന്നെ അതെന്തൊരു ചോദ്യം GD സർ. ഞങ്ങളൊന്നുമില്ലെങ്കിൽ അയൽക്കാരല്ലേ. എന്നെ വിളിച്ചില്ലെങ്കിലും അവരെന്റെ അനിയത്തെ വിളിക്കുമെന്ന് ഉറപ്പാ. അതിന്റെ കൂടെ ഞാനും കൂടെ അങ്ങ് ചെല്ലും, അത്ര തന്നെ. അയൽവക്കത്തൊരു സദ്യ ഉള്ളത് മുടക്കാൻ പാടില്ലല്ലോ. എന്നാൽ അത് മുടങ്ങും. തനിക്ക് നാളെ ആ സദ്യ ഉണ്ണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. മനസ്സിലായില്ല എന്നുവെച്ചാ? എടോ, തനിക്ക് സദ്യ ഉണ്ണണമെങ്കിൽ നാളെ ആ നിശ്ചയം നടക്കണ്ടേ? ഓ, അങ്ങനെ മനസ്സിലായി.